Hi everyone. I know you all are waiting for doing the activities of Unit 2. Is it? We have completed our Unit 2 poem and lesson. So now it's time to do the activities of Lesson 2. Let's get started. So we can start our Activity 1. Activity 1 is on the page number 33. Let me read this first. There are many kinds of people. They all look different. One face has been drawn for you. Complete the rest of the faces. So, as I've already said, നമ്മൾ മിസ് ലെസണിൽ നേരത്തെ പറഞ്ഞിരുന്നു നമ്മളെല്ലാവരും ഡിഫറെൻ്റ് ആണെന്നല്ലേ. ദർ ആർ മെനി കൈൻഡ്സ് ഓഫ് പീപ്പിൾ, പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അതിലെല്ലാവരും വ്യത്യസ്തരാണ് അല്ലേ. ഈ ലോകത്ത് പലതരത്തിലുള്ള ആൾക്കാരുണ്ട്, അവരെല്ലാവരും ഡിഫറെൻ്റ് ആണ്. ഒരാളെപ്പോലെ ഒരാളുണ്ടാവില്ല. ഓക്കെ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണതല്ലേ. ഒരാളെ ഫേസ് പോലെ വേറെ ഒരാളുണ്ടാവുമോ? ഇല്ല. മേ ബി ട്വിൻസ് ഉണ്ടാവും, അല്ലാത്തവരെല്ലാവരും ഡിഫറെൻ്റ് ആണ് അല്ലേ. സോ അങ്ങനത്തെ ഫേസസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഫേസസ് ഇവിടെ നിങ്ങൾക്ക് ഡ്രോ ചെയ്യാം. സി ഇവിടെ കണ്ടിട്ടില്ലേ, എത്ര ഫേസ് തന്നിട്ടുണ്ട്? ടോട്ടലി 6 ഫേസസ് ഉണ്ട്. അതിൽ 2 ഗേൾസ് ആണ്, ബാക്കി എല്ലാവരും ബോയ്സ് ആണ്. അപ്പോൾ അതിൽ 1 ഫേസിൽ അവർ ഓൾറെഡി ഐസ്, നോസ്, മൗത്ത് ഇതൊക്കെ ഡ്രോ ചെയ്തിട്ടുണ്ട്. ബാക്കി റെസ്റ്റ് ഓഫ് ദ ഫേസസ് നിങ്ങൾ വേണം ഡ്രോ ചെയ്യാൻ. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണോ ഡ്രോ ചെയ്യാൻ ഇഷ്ടം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അവരെ ഡ്രോ ചെയ്യാം. ഓക്കെ, ഇറ്റ്സ് അപ് ടു യുവർ വിഷ്. നിങ്ങളെ വിഷ് പോലെ നിങ്ങൾക്ക് അവരെ ഐസും നോസും മൗത്തൊക്കെ നിങ്ങൾക്ക് ഡ്രോ ചെയ്യാം. അതാണ് ഫസ്റ്റ് ആക്ടിവിറ്റി. ഇസ് ഇറ്റ് ഫണ്ണി? നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ഡ്രോ ചെയ്യാം കേട്ടോ. ഈ ആക്ടിവിറ്റി നിങ്ങൾക്ക് ആക്ടിവിറ്റി നോട്ടിൽ നിങ്ങൾ ചെയ്യണ്ട, നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഇഷ്ടത്തിന് ചെയ്യണതല്ലേ. ഇറ്റ്സ് അപ് ടു യു. ഓക്കെ, സോ ഐ തിങ്ക് ദ ഫസ്റ്റ് ആക്ടിവിറ്റി ഈസ് ക്ലിയർ. Now we can move on to the second activity, which is given in the same page number, that is 33. നിങ്ങൾ നേരത്തെ ചെയ്ത ആക്ടിവിറ്റിയുടെ തൊട്ട് താഴെയായിട്ട് ഒരു ആക്ട് ഔട്ട് ദ സ്റ്റോറി എന്ന് പറഞ്ഞിട്ടൊരു ആക്ടിവിറ്റി ഉണ്ട്. അതിപ്പോൾ നമുക്ക് തൽക്കാലം ഒമിറ്റ് ചെയ്യാം, കാരണം ഇപ്പം നമുക്കത് സ്കൂളിൽ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ് കേട്ടോ. സോ അതിൽ തൊട്ട് താഴെയുള്ളൊരു ആക്ടിവിറ്റിയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോണത്. സോ ലെറ്റ് മീ റീഡ് ഇറ്റ് ഫസ്റ്റ്. What would you do if you had a magic wand? What would you do if you had a magic wand? നിങ്ങളുടെ കയ്യിൽ ഒരു മാജിക് വാണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുക? മാജിക് വാണ്ട് എന്ന് പറഞ്ഞാൽ മാന്ത്രിക വടി. അങ്ങനെ ഒരു വാണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? ഓക്കെ, സോ അവർ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഐ വുഡ് ടേൺ ഇറ്റ് റൗണ്ട് ആൻഡ് റൗണ്ട് ആൻഡ് ടേൺ എ ബുക്ക് ഇൻ ടു എ ഡാഷ്. ഞാനത് ഇങ്ങനെ റൗണ്ട് മാജീഷ്യൻസ് ചെയ്യണത് കണ്ടിട്ടില്ലേ, ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ തിരിച്ച് എൻ്റെ ബുക്ക് ഞാൻ എങ്ങനെയാക്കി മാറ്റും. ബുക്കാണ് നിങ്ങൾ മാറ്റേണ്ടത്. ആ ബുക്ക് നിങ്ങൾ എങ്ങനെയാണ് മാറ്റുക എന്നാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഐ വുഡ് ടേൺ എ ബുക്ക് ഇൻ ടു എ പെൻസിലിനോ, അല്ലെങ്കിൽ ബുക്ക് ഇൻ ടു എ ടോയിനോ, അല്ലെങ്കിൽ ഡോളിനോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം. ഓക്കെ, ദെൻ ഐ വുഡ് ടേൺ എ ഡോഗ് ഇൻ ടു നിങ്ങൾ ഒരു ഡോഗിനെ എന്താക്കി മാറ്റിമറിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടം. ഓക്കെ, മാജിക്കാണ് നിങ്ങൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരു ഡോഗ് ആണെങ്കിൽ ആ ഡോഗിനെ നിങ്ങൾ എങ്ങനെയാണ് തിരിക്കുക, എന്തായിട്ടാണ് മാറ്റുക? ഓക്കെ, ദെൻ ഐ വുഡ് ടേൺ എ പെൻസിൽ ഇൻ ടു നിങ്ങളൊരു പെൻസിലിനെ എന്തായിട്ടാവും, മാജിക് കൊണ്ട് നിങ്ങൾ എന്തായിട്ടാവും മാറ്റി മറിക്കുക. നെക്സ്റ്റ്, ഐ വുഡ് ടേൺ യു ഇൻ ടു ഇവിടെ യു എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഫ്രണ്ട്സ്. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ സെലക്ട് ചെയ്യുക. ആ ഫ്രണ്ടിനെ നിങ്ങൾക്ക് എന്തായിട്ട് മാറ്റാനാവും ഇഷ്ടം എന്നുള്ളത് അവിടെ എഴുതാം. അണ്ടർസ്റ്റുഡ്? ബുക്കിനെ നിങ്ങൾ എന്തായിട്ട് മാറ്റും, ഡോഗിനെ എന്തായിട്ട് മാറ്റും, പെൻസിലിനെ എന്തായിട്ട് മാറ്റും, ഒരു ഫ്രണ്ടിനെ നിങ്ങൾ എന്തായിട്ട് മാറ്റും, അതാണ് ഡാഷിൽ എഴുതേണ്ടത്. അണ്ടർസ്റ്റുഡ്? സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ഇൻ ദ ടെക്സ്റ്റ് ബുക്ക് ഇറ്റ് സെൽഫ്. നിങ്ങൾക്ക് ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എഴുതാം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അങ്ങനെ എന്തെങ്കിലും വരുന്ന പേടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ടിവിറ്റി നോട്ടിൽ എഴുതിയിട്ട് മിസ് ആൻസർ അയക്കുമ്പോൾ ചെക്ക് ചെയ്തിട്ട് ടെക്സ്റ്റ് ബുക്കിൽ എഴുതാം. ഓക്കെ, സോ മൂവിങ് ഓൺ ടു അവർ ആക്ടിവിറ്റി 3 and 4, and it is in the page number 34. So activity 3 is based on a puzzle. So let me read it first. Monkeys are fun to watch.
Can you find the word monkey 5 times in the box? So there is a puzzle given to you and 5 times monkey is written there. Okay, 5 times. 5 പ്രാവശ്യം ആ പസിൽ നിങ്ങൾ മങ്കിയെ കണ്ടുപിടിക്കണം. You should find out the monkeys 5 times. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ആ മങ്കി എവിടെയാണെന്ന് ഫൈൻഡ് ചെയ്ത് ജസ്റ്റ് അത് ഷെയ്ഡ് ചെയ്ത് വെക്കാം. ഓക്കെ, നൗ മൂവിങ് ഓൺ ടു ദ ആക്ടിവിറ്റി 4. Write about your favorite animal or bird by completing these sentences. So നിങ്ങളൊരു ഫേവറേറ്റ് അനിമലിനെയോ ബേർഡിനെയോ സെലക്ട് ചെയ്യുക, എന്നിട്ട് ആ ഫില്ലിങ് ദ ബ്ലാങ്ക്സ് ഒന്ന് ഫിൽ ചെയ്യുക. മൈ ഫേവറേറ്റ് അനിമൽ ഓർ ബേർഡ് ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ. മൈ ഫേവറേറ്റ് അനിമൽ ഈസ് ഡാഷ്, അല്ലെങ്കിൽ മൈ ഫേവറേറ്റ് ബേർഡ് ഈസ് ഡാഷ്. ആ ഡാഷിൽ ഏതാണോ അനിമൽ അത് എഴുതുക. ഐ ലൈക്ക് ഇറ്റ് ബിക്കോസ്, എനിക്കതിനെ ഇഷ്ടമാണ്. ബിക്കോസ് കാരണം എന്താണ്, നിങ്ങൾ ആ അനിമലിനെയോ ബേർഡിനെയോ ഇഷ്ടപ്പെടാൻ എന്താണ് കാരണം, അത് ആ ഡാഷിൽ എഴുതുക. ആൻഡ് തേർഡ് വൺ, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് ബിക്കോസ്, നിങ്ങൾ ആ ഫേവറേറ്റ് അനിമലിൽ എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവിടെ എഴുതുക. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് ബിക്കോസ് ഡാഷ്. ആൻഡ് ഫോർത്ത് വൺ, ഐ തിങ്ക് ഇറ്റ് ലുക്സ് ലൈക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അനിമൽ എന്തിനെങ്കിലും അത് വേറെന്തിനേയും പോലും തോന്നുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എഴുതാം. ഐ തിങ്ക് ഇറ്റ് ലുക്സ് ലൈക്ക് ഡാഷ്. ആ അനിമലോ ബേർഡിനെയോ വേറെ എന്തിനേലുമായി സാമ്യമുണ്ടെങ്കിൽ അതും ആ ഡാഷിൽ എഴുതാം. അണ്ടർസ്റ്റുഡ്? ഇത്രയേ ഉള്ളൂ. ഒരു ഫേവറേറ്റ് അനിമലിനെയോ ബേർഡിനെയോ നിങ്ങൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് ആ അനിമലിനെയോ ബേർഡിനെയോ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന ആ ബ്ലാങ്ക്സിൽ ഫിൽ ചെയ്യുക. അത്രയേ ഉള്ളൂ കേട്ടോ. സോ ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. Now we are moving on to our 5th and 6th activity. കുറേ ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് വിചാരിക്കേണ്ട കേട്ടോ, ഒക്കെ സിമ്പിൾ ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, സോ ദ ആക്ടിവിറ്റി 5 and 6 is on page number 35. So here it is a match. Okay, match the animal to its group. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ടാവും. ബി, ഒരു ബി ഉള്ളെങ്കിൽ നമ്മൾ ബി എന്ന് പറയും. അത് ഒരു ഗ്രൂപ്പ് ഓഫ് ബി ആണെങ്കിൽ നമ്മൾ എന്താ പറയുക? എ സ്വാം ഓഫ് ബീസ്. ഓക്കെ, കൗ, ഒരു കൗ ആണെങ്കിൽ നമ്മൾ കൗ എന്ന് പറയും. ഇനി ഗ്രൂപ്പ് ഓഫ് കൗസ് ആണെങ്കിൽ നമ്മൾ എന്താ പറയുക? എ ഹേർഡ് ഓഫ് കൗസ്. നൗ തേർഡ് വൺ, ലയൺ. ലയൺ ആണെങ്കിൽ യെസ്, ഇറ്റ് ഈസ് വൺ ലയൺ. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് ഇൻ ഗ്രൂപ്പ് വി കോൾ ഇറ്റ് ആസ് pride of lions. Okay, and the last one, earbird. Earbird is only one bird. Okay, ഒരു ബേർഡ് മാത്രം ഇരിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക? യെസ്, എ ബേർഡ് ഇസ് സിറ്റിംഗ് ഓൺ ദ ട്രീ. ഇനി ഒരു ഗ്രൂപ്പ് ഓഫ് ബേർഡ്സ് ആണ് ട്രീയിൽ ഇരിക്കണതെങ്കിലോ നമ്മളെന്താ പറയുക? യെസ്, ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് ഇസ് സിറ്റിംഗ് ഓൺ ദ ട്രീ. ഓക്കെ, അണ്ടർസ്റ്റുഡ്? അപ്പോൾ ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ അതിന് ഓരോന്നിനും ഓരോ വേർഡ് ഉണ്ട്. അതാണ് ഇപ്പോൾ മിസ്സ് പറഞ്ഞത്. സോ നിങ്ങൾ ജസ്റ്റ് മിസ്സ് എന്താ ആൻസറൊക്കെ മിസ്സ് തന്നെ പറഞ്ഞു, ആൻസർ അവരതിൽ തന്നിട്ടുമുണ്ട്. സോ യു ജസ്റ്റ് മാച്ച് ഇറ്റ്, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, നൗ ദ 6th activity is just below that, in the same page number 35. Let's read it first. The monkey wrote to his mother, I look awful. I look awful. ആ സെൻറ്റൻസിൽ 2 മിസ്റ്റേക്സ് ഉണ്ട്. ഹീ മേഡ് 2 മിസ്റ്റേക്സ്. വാട്ട് ആർ ദി? റൈറ്റ് ദ സെൻറ്റൻസ് കറക്റ്റ്ലി. അപ്പോൾ എന്തൊക്കെയാണ് മിസ്റ്റേക്സ്? യെസ്, മിസ് നേരത്തെ പറഞ്ഞു, ഒരു സെൻറ്റൻസ് എപ്പോൾ തുടങ്ങുമ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലാണ് തുടങ്ങുക. ഇവിടെ എന്ത് ലെറ്ററിലാണ് തുടങ്ങിയിട്ടുള്ളത്? ഐ സ്മോൾ ലെറ്ററിലാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതൊരു മിസ്റ്റേക്കാണ്. കൂടാതെ നമ്മളൊരു സെൻറ്റൻസ് എഴുതുമ്പോൾ ആ സെൻറ്റൻസിന് ലാസ്റ്റ് നമ്മൾ എന്തിടണം? യെസ്, ദർ ഷുഡ് ബി എ ഫുൾ സ്റ്റോപ്പ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? ഒരു ഫുൾ സ്റ്റോപ്പ്. സോ മിസ് ആൻസർ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടി നന്നായി നീറ്റായിട്ട് ഐ ലുക്ക് ഓഫുൾ, ഐ ഷുഡ് ബി ക്യാപിറ്റൽ, ആൻഡ് ആഫ്റ്റർ റൈറ്റിംഗ് ദ സെൻറ്റൻസ് യു പ്ലീസ് പുട്ട് എ ഫുൾ സ്റ്റോപ്പ്. ദാറ്റ് ഈസ് ദ ആക്ടിവിറ്റി. അണ്ടർസ്റ്റുഡ്? Now we are moving on to our 7th and 8th activity. Okay, and these 2 activities are given in the page number 36 in your English textbook. Okay, now let me read the 7th activity first. Put the letters in order to make a word. 2 have been done for you. So first one, OT, അതായത് വേർഡ്സ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ജമ്പിൾഡ് ആയിട്ട് തന്നിട്ടുള്ളത്. നിങ്ങളതൊരു മീനിങ് ഫുൾ വേർഡാക്കി മാറ്റണം. ഓക്കെ, OT എന്ന് പറഞ്ഞാൽ അത് എന്തെങ്കിലും ഒരു മീനിങ് ഉണ്ടോ വേർഡിന്? ഇല്ല. സോ 2 എന്ന് പറയുമ്പോഴാണ് അതിന് മീനിങ്. TO. നെക്സ്റ്റ് വൺ, SI ഈസ് ദ വേർഡ് IS, ഈസ്. ഓക്കെ, ഇതുപോലെ നിങ്ങൾ റിമൈനിങ് വേർഡ്സും
ജമ്പിൾഡ് ചെയ്തിട്ടുള്ളത് കറക്റ്റാക്കി എഴുതി നല്ലൊരു വേർഡാക്കി മാറ്റി എഴുതണം. ഓക്കെ, ഇ ഹെച്ച് അതെന്താണ് മിസ് ഒന്നും കൂടിയും പറഞ്ഞുതരും, ഒരു എക്സാമ്പിളും കൂടിയും. ഇ ഹെച്ച് അതെന്തായിട്ട് മാറ്റണം? എച്ച് ഇ. അണ്ടർസ്റ്റുഡ്? സോ ദിസ് ഇസ് ദ 7th activity. Now below that there is an 8th activity. Look at the pictures, count and write. Okay, so first one is giraffe. And in the next column they have written there is one giraffe. So, and in the next column add yes to the name of the animals. So you should just put yes in the second column. Okay, അവിടെ 2 ജിറാഫ് ഉള്ളത് കൊണ്ട് ആ ജിറാഫിൻ്റെ അടുത്ത് യെസ് ഇടണം. അത് ഓൾറെഡി അവർ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് ആൻഡ് കോളം കൗണ്ട് ആൻഡ് റൈറ്റ്. അപ്പോൾ എത്ര ജിറാഫ് ഉണ്ട്? 2 ജിറാഫ്സ്. ഫസ്റ്റ് കോളം അവർ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. സോ സെയിം വേ സെക്കൻഡ് വൺ എലിഫൻറ്റ്. അപ്പോൾ എത്ര എലിഫൻറ്റ് ഉണ്ടെന്ന് സെക്കൻഡ് കോളത്തിൽ എഴുതുക. ആ കൗണ്ട് ആൻഡ് റൈറ്റില്ലേ അവിടെ എത്ര എലിഫൻ്റ് ആണുള്ളത് ആ എലിഫൻറ്റിൻ്റെ നമ്പർ എഴുതുക. നെക്സ്റ്റിൽ എലിഫൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഡാഷ് ഇട്ടിട്ടില്ലേ 4th കോളത്തിൽ. അപ്പോൾ ഒന്നിൽ കൂടുതൽ എലിഫൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ എഴുതണ്ടേ? എലിഫൻറ്റ്സ്. അപ്പോൾ എസ് ഇടണം. ആൻഡ് ദ ലാസ്റ്റ് കോളം നിങ്ങൾ എത്ര എലിഫൻറ്റ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുക, എന്നിട്ട് അത്ര എലിഫൻറ്റിൻ്റെ നമ്പർ ഇടുക, എന്നിട്ട് ഡാഷ് എലിഫൻറ്റിൻ്റെ അവിടെ ആ നമ്പർ ഇടണം. അത്രയേ ഉള്ളൂ. ഓക്കെ, in the same way you should do the remaining also. See, third one zebra ആണ്. അവിടെ എത്ര zebra ഉണ്ട്? Only one. See, so you should write how many zebra is there. So in third column there are 1 2 3 4 zebras there. So you should write next to zebra you should put an s. Okay, ഒന്നിൽ കൂടുതൽ സീബ്ര ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എന്തിടണം? 4th കോളത്തിൽ എസ് ആഡ് ചെയ്യണം. ആൻഡ് ദ ലാസ്റ്റ് കോളം എത്ര സീബ്ര ഉണ്ടോ അത്ര സീബ്രാസ് ഇടണം. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഫ്രോഗ്. അപ്പോൾ എത്ര ഫ്രോഗ് ആണെന്ന് കൗണ്ട് ചെയ്തിട്ട് സെക്കൻഡ് കോളത്തിൽ ഇടുക. നെക്സ്റ്റ് തേർഡ് കോളത്തിൽ എത്ര ഫ്രോഗ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുക. എന്നിട്ട് 4th കോളത്തിൽ ഫ്രോഗിൻ്റെ കൂടെ എന്തിടണം? യെസ് ഇടണം. ബിക്കോസ് അവിടെ ഒന്നിൽ കൂടുതൽ ഫ്രോഗ് ഉണ്ട്. അപ്പോൾ ഫ്രോഗിൻ്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്യണം. നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് കോളത്തിൽ എത്ര ഫ്രോഗ് ഉണ്ടോ അത്ര ഫ്രോഗ്സ് അവിടെ എഴുതണം. സിമ്പിൾ. ഓക്കെ, സോ 8 ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് നോക്കി പേടിക്കണ്ട കേട്ടോ. ഒക്കെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസാണ്, സിമ്പിൾ ആക്ടിവിറ്റീസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കാം. ഓക്കെ, so these are simple activities. Do it by yourself. Okay, thank you. See you soon.